വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ബഹുമാന്യരായ ദാസന്മാർക്കും ദൈവസഭയ്ക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഉപവാസത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ സംസാരിക്കാനല്ല ഞാൻ മുതിരുന്നത്. ഞാനും ദൈവത്തിന്റെ മഹാകൃപയാൽ ധാരാളം ഉപവസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 60 കഴിഞ്ഞ ശേഷം ബുദ്ധിമുട്ടായിട്ട് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഉപവാസം കുറച്ചിരിക്കും. അപ്പം നിങ്ങളിൽ മിക്കവരും ഉപവസിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ വചന ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്ന ആൾ ഉപവസിക്കാതെയാ വന്നിരിക്കുന്നത് എന്നൊരു ധാരണ നിങ്ങൾ വെച്ച് പുലർത്തരുത്. അതിനുവേണ്ടി കൂടി ഞാൻ നേരത്തെ പറയുന്നു. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ആത്മാവ് ഒരുക്കമുള്ളത് എങ്കിലും അത് യാഥാർത്ഥ്യം. ഇതൊക്കെ പറയുന്നത് നമുക്ക് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപവസിക്കാതെയായിരിക്കും ഈ യോഗങ്ങൾക്ക് വരുന്നത് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കും. ദൈവത്തിന്റെ ദാസന്മാർ ഇരുവരും ഇവിടെ പ്രസ്താവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഉപവാസം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയോ നേടിയെടുക്കുക എന്നൊരു കൺസെപ്റ്റ് ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ പൊതുവെ ഉണ്ട്. എന്നാൽ ആ കൺസെപ്റ്റ് മാറിയിട്ട് നമ്മളിവിടെ കേട്ടതുപോലെ പാസ്റ്റർ പ്രൈസ് പറയുകയുണ്ടായി, ഒരു പാപ സ്വഭാവം നമ്മിൽ നിന്ന് അകറ്റാൻ ഈ ഉപവാസം സഹായിച്ചെങ്കിൽ ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ പ്രേം കുമാറും അതേ ആശയം തന്നെ എനിക്ക് പങ്കുവയ്ക്കുകയുണ്ടായി. ഒരിക്കൽ ഡേവിഡ് പറഞ്ഞു 35-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ, I humbled my soul with fasting. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം എന്തുവാന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. പക്ഷെ ഇംഗ്ലീഷ് വളരെ മനോഹരം. I humbled my soul with fasting. അപ്പൊ ഉപവാസം കൊണ്ട് ഡേവിഡിന് സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ തിരുമുമ്പിൽ തന്റെ ജീവിതത്തെ ഒരുപടി കൂടെ താഴ്ത്താനായിട്ട് തനിക്ക് സാധിച്ചു. തനിക്ക് മനസ്സിലായി, തന്റെ രാജത്വ പദവിയോ തന്റെ ഇഷ്ടങ്ങളോ തന്റെ ആരോഗ്യമോ തന്റെ പണമോ പൊസിഷനോ ഇതൊന്നും ദൈവത്തിന് ഒരു വലിയ കാര്യമല്ല. പണ്ടൊരിക്കൽ താൻ 7 ദിവസം ഉപവസിച്ചു. താൻ ചെയ്ത മഹാപാതകത്തെ ദൈവം തമ്പുരാനെ കൊണ്ട് കൗണ്ടർ സൈൻ ചെയ്യിക്കാനായിട്ട്, എൻഡോഴ്സ് ചെയ്യിക്കാനായിട്ട് 7 ദിവസം ഉപവസിച്ചു. പക്ഷെ ഉപവാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി, തമ്പുരാനെ അങ്ങനെ ഒന്നും കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരിക്കൽ ഒരു പയ്യന് എന്നോട് പറഞ്ഞു, I'm not going to fast and pray anymore. I fasted for 3 days. എന്തിനാണെന്നറിയോ, 12th പരീക്ഷയ്ക്ക് ഇവൻ ഒരുങ്ങാണ്. അപ്പൊ ഇവന് ദൈവം തമ്പുരാൻ എന്തെങ്കിലും മാജിക് കാണിച്ചിട്ട് ഇവന് ഭയങ്കര മാർക്ക് കിട്ടണം. പക്ഷേ 3 ദിവസം ഉപവസിച്ചിട്ട് ഒരു പ്രയോജനം വന്നില്ല. അപ്പൊ ഈ പുള്ളി പറയാം, I'm not going to fast and pray anymore. ഞാൻ പറയണ മക്കളെ, ദൈവം തമ്പുരാനെ അങ്ങനെ ഒന്നും കളിപ്പിക്കാൻ പറ്റത്തില്ല. നീ വീട്ടിൽ ഇരുന്ന് പഠിക്കേണ്ട സമയത്ത് നീ പഠിക്കാതെ ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടുകാരോട് കറങ്ങുക. എന്നിട്ട് പരീക്ഷയുടെ തലയാഴ്ചയിൽ ഇപ്പം പട്ടിണിക്ക് 3 ദിവസം ഇരിക്കുക. അങ്ങനൊന്നും ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഉപവസിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം, ഞാൻ എന്തിനു വേണ്ടി ഉപവസിക്കുന്നു. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശു, ഇരുവരും ഉപവസിച്ചു. 40 ദിവസം വീതം ഉപവസിച്ചു. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ ഉപവാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ താൻ മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യം തന്നെ കണ്ടവർ മനസ്സിലാക്കി.
അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചിട്ട് നേരെ നോക്കാൻ മനുഷ്യർ ഭയപ്പെട്ടു. പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ ഉപവാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ദുഷ്ടപിശാച് അവന്റെ സകല അടവുകളും പ്രയോഗിച്ചിട്ട് ഒന്നുപോലും വിജയിക്കാതെ അവയെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുവാൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ശക്തനാണെന്ന് തെളിയിക്കപ്പെട്ടു. കഴിഞ്ഞ 40 ദിവസങ്ങൾ വലിയ പോരാട്ടത്തിൽ കൂടെയായിരുന്നു താൻ കഴിഞ്ഞു പോയത്. മർക്കോസ് 1:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ ദിവസങ്ങളിൽ അവൻ കാട്ടുമൃഗങ്ങളോടുകൂടിയായിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഈ കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്നത് ചെന്നായ അതിലെ രാത്രിയിൽ ഇങ്ങോട്ട് നടക്കരുന്ന, പുലി അതിലെ ഓടി നടക്കരുന്നു. അത്ര വലിയ കാട്ടിലൊന്നും അല്ല യേശു തമ്പുരാൻ പോയിരുന്ന് ഉപവസിച്ചത്. പിന്നെ എന്തായിരിക്കാം ഈ കാട്ടുമൃഗങ്ങൾ? പിശാചും അവന്റെ ദൂതന്മാരും സകല മൃഗീയത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ മുൻപിൽ നമ്മൾ വായിക്കുന്നുണ്ട് 22-ാം സങ്കീർത്തനത്തിൽ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്ക് ഇടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവൻ എന്റെ നേരെ വായ് പിളർക്കുന്നു. അവിടെ എന്താ കാട്ടുപോത്തും സിംഹവും നിൽപ്പുണ്ടായിരുന്നു. അവിടെ യഹൂദ പ്രമാണികൾ, മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരുമല്ല നിൽക്കുന്നത്. പക്ഷെ ദുഷ്ടപിശാച് ഈ കാട്ടുമൃഗങ്ങൾ പോലെ ഈ മനുഷ്യരെ യേശുവിന്റെ ക്രൂശിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അവയുടെ ഇടയിലാണ് യേശുക്രിസ്തു വിജയം കൈവരിച്ചത്. ആയതുപോലെ മരുഭൂമിയിലായിരുന്ന 40 ദിവസങ്ങൾ ദുഷ്ടപിശാച് സകല മൃഗീയത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് അവനോട് പോരാടിക്കൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു. പക്ഷെ ദൈവദൂതന്മാരുടെ ശുശ്രൂഷയുടെ ബലത്തിൽ എന്റെ കർത്താവ് എല്ലാം അതിജീവിച്ച് ജയാളിയായി വെളിയിൽ വരികയാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന് എതിരായി പ്രവർത്തിക്കുന്ന സകല ദുഷ്ടപിശാചിന്റെ മൃഗീയത്വത്തോടും പോരാടുന്ന സമയങ്ങളായിരിക്കണം നാം ഉപവസിക്കുന്ന ഓരോ സമയവും എന്ന് ഇന്ന് രാത്രിയിൽ പ്രാരംഭമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ ദൈവദൂതന്മാരുടെ ശുശ്രൂഷകളും അതിനാവശ്യമായ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളും ഓരോ സമയത്തിൽ ലഭിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ നിശ്ചയമായിട്ടും എത്ര ക്ഷീണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അവർ നിശ്ചയമായിട്ടും ശക്തിയെ പുതുക്കും. മിടുക്കന്മാർ, സമർത്ഥന്മാർ പലരും കുഴഞ്ഞു വീഴുന്ന ഈ യാത്രയിൽ നീ കുഴയാതെ, തളരാതെ, തകരാതെ ശുഭകരമായി ഒരു അന്ത്യം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കും. ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചില ദിവസങ്ങളിൽ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക സന്ദേശത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ മൊത്തം ദിവസങ്ങളിലേക്കല്ല, അത് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്നായിരിക്കട്ടെ, യഥാർത്ഥ ശിഷ്യത്വം. അതിന് ആധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം നമുക്ക് വായിക്കാം. John chapter 8 verse 31 and 32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാർ. ഇംഗ്ലീഷിൽ ഡിസൈപ്പിൾസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് വിശുദ്ധ ബൈബിളിൽ ആകെ 244 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. We find this word disciple 244 times in the Bible. അതിൽ
ഒരെണ്ണം ഒഴിച്ച് ബാക്കി മുഴുവനും പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ ഡിസൈപ്പിൾ എന്ന വാക്ക് ഒറ്റ പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മലയാളം നോക്കുമ്പം ഒന്നിലധികം പ്രാവശ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും, പ്രവാചക ശിഷ്യന്മാരെന്നൊക്കെ. പക്ഷെ അവിടെ ഇംഗ്ലീഷിൽ സൺസ് ഓഫ് ദ പ്രോഫറ്റ് എന്ന്, ഡിസൈപ്പിൾ എന്ന വാക്ക് യെശയ്യാ 8:16 മാത്രമേ ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 243 പ്രാവശ്യവും പുതിയ നിയമത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ പുതിയ നിയമത്തിൽ ഈ വാക്കിനുള്ള പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഡിസൈപ്പിൾസ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ശിഷ്യന്മാർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ചിന്ത യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന ചിന്തയാണ്. എന്നാൽ വാസ്തവം അതല്ല. അവസാനമായി കർത്താവ് തന്റെ ശിഷ്യന്മാരോട് 12 പേരോട് കൽപ്പന കൊടുത്ത് അയക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. Make them disciples. അപ്പോ വിശാലമായ അർത്ഥത്തിലാണ് നാം ആ വാക്കിനെ മനസ്സിലാക്കേണ്ടത്. ഡിസൈപ്പിൾസ് എന്ന് കേൾക്കുമ്പോൾ 12 അപ്പോസ്തലന്മാർ എന്ന ആശയമല്ല നാം മനസ്സിലാക്കേണ്ടത്. യേശുവിനെ പിൻപറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും is a disciple. ഒരു ശിഷ്യയാണ്, ഒരു ശിഷ്യനാണ്. ആ വിശാല അർത്ഥത്തിലാണ് നാം ദൈവത്തിന്റെ വചനം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നാം ശിഷ്യരാണെങ്കിൽ who is the guru? John 13:13 please. നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകോട്ട് നിങ്ങൾ പറയുന്നത് ശരി. ഇംഗ്ലീഷ് ഒന്ന് വായിക്കൂ. You call me master and Lord and you say well, for so I am. നിങ്ങൾ എന്നെ ഗുരു എന്ന് വിളിക്കുന്നു, മാത്രമല്ല കർത്താവ് എന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. ലോകത്തിൽ ഗുരുക്കന്മാർ ധാരാളമുണ്ട്. സഭയിൽ ഗുരുക്കന്മാർ ധാരാളമുണ്ട്. എല്ലാ മതങ്ങളിലും മതഗുരുക്കന്മാർ ധാരാളമുണ്ട്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും. അപ്പൊ ഗുരുക്കന്മാർ ധാരാളം ഉണ്ട്. പക്ഷെ അവരാരും കർത്താവല്ല. അവരെ ആരും കർത്താവെന്ന് വിളിച്ചിട്ടില്ല, വിളിക്കാവുന്നതുമല്ല. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശരി, കാരണം ഞാൻ അങ്ങനെ ആകുകൊണ്ട്. അപ്പോ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒറ്റ ഒരാളെ ഉള്ളൂ ഈ അഖിലണ്ഡത്തിൽ. അത് നാം കണ്ടെത്തിയിരിക്കുന്ന നമ്മുടെ ഗുരുവാകും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കും. ഈ ഗുരുവും കർത്താവുമായവൻ തന്റെ ശിഷ്യത്വത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന ആ രംഗങ്ങൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ആളുകളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ചാണ് തന്റെ ശിഷ്യത്വത്തിലേക്ക് വരുത്തിയിട്ടുള്ളത്. ആരംഭത്തിൽ 30 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ ഗലീല കടൽപ്പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ
ആളുകൾ മീൻ പിടിക്കാനായിട്ട് അവിടെയുണ്ട്. അവിടെ നിന്നുകൊണ്ട് യൗവനക്കാരൻ വിളിച്ചു പറയുന്നു, എന്റെ പിന്നാലെ വരുവീൻ, I will make you fishers of men. അപ്പൊ രണ്ട് ചെറുപ്പക്കാര് പടകും വലയും വിട്ടേച്ച് അവന് പിന്നാലെ ചെല്ലുന്നു. അല്പം മുമ്പോട്ട് പോയപ്പോൾ പിന്നെയും വേറെ ആളുകൾ കൂടി നിൽക്കുന്നു. ഇതേ സ്റ്റേറ്റ്മെന്റ്, എന്റെ പിന്നാലെ വരുവീൻ. അപ്പൊ ജോലിക്കാരുണ്ട്, അപ്പനും മക്കളും ഉണ്ട്, നിരവധി ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ രണ്ട് ചെറുപ്പക്കാർ, ജ്യേഷ്ഠനും അനുജനും, അവർക്കൊരു തോന്നൽ, ഞങ്ങളെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളെയാ വിളിച്ചത്. എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ ഈ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചപ്പോൾ അതിന്റെ ശബ്ദം കേട്ട മറ്റ് നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത, ഒരു നിർബന്ധം, യേശു എന്നെ വിളിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് ദൈവം ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുവന്ന ആളുകളാണ് ഈ ശിഷ്യത്വത്തിൽ ഇന്ന് പങ്കാളികൾ ആയിരിക്കുന്നത്. കരുനാഗപ്പള്ളിക്കടുത്ത് പണ്ടൊരിക്കൽ ഒരു സുവിശേഷ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷയരോഗിയും ഹിന്ദുവുമായ ഒരു യൗവനക്കാരൻ, അല്ല ഒരു ബാലകൻ എന്ന് വേണമെങ്കിൽ പറയാം, അടുത്ത പറമ്പിൽ രാത്രിയിൽ ഒരു തെങ്ങിന്റെ മറവിൽ ആരും കാണാതെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. പ്രസംഗത്തിന്റെ ഒടുവിലായി അത്ഭുതങ്ങൾ ചെയ്ത യേശു, പാപം ക്ഷമിക്കുന്ന യേശു, രോഗം സൗഖ്യമാക്കുന്ന യേശു, യേശുവിന് ഇന്ന് രാത്രിയിൽ ആർക്ക് വേണം എന്ന് സുവിശേഷകൻ ശക്തമായി വിളിച്ചു പറയുന്നു. തെങ്ങിന്റെ മറവിൽ ആരും കാണാതെ രാത്രിയിൽ ഇരുന്ന് ഈ ചെറുപ്പക്കാരനോട് ആരോ പറയുന്നത് പോലെ നീ ഓടി ചെല്ലുക. പക്ഷെ അവന് ലജ്ജയായി, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ യോഗത്തിൽ പോകും. അപ്പൊ അവന് തോന്നുന്നു ആരോ അവനെ പിടിച്ച് വലിക്കുന്നത്. അവൻ അവിടെ നിന്ന്, അവൻ ക്ഷയരോഗിയാണ്, അവനെ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ അവൻ ഓടിച്ചത് യോഗ തീരുന്നതിന് മുൻപേ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി. അന്ന് രാത്രിയിൽ ദൈവം അവനെ ക്ഷയരോഗത്തിൽ നിന്ന് വിടുവിച്ച് സൗഖ്യമാക്കി. ഉള്ളായം ചെറിയാച്ചൻ എന്ന് പറഞ്ഞ റാന്നി സ്വദേശിയായ ഒരു ഭക്തനാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു 75 കൊല്ലം മുമ്പിലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ആരോ പിടിച്ചു വലിക്കുന്നു. അദ്ദേഹം ഓടിച്ചെന്നു, റെസിസ്റ്റ് ചെയ്യാൻ തനിക്ക് കഴിഞ്ഞില്ല. അന്ന് രാത്രി ദൈവം അവനെ സൗഖ്യമാക്കി. യേശു ക്രിസ്തുവിനെ അവൻ രക്ഷകനായിട്ട് സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു സുവിശേഷകനായി, അദ്ദേഹം ഒരു പ്രവാചകനായി. തോമസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡിൽ മരണപര്യന്തം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനായി, ഒരു പ്രവാചകനായി അദ്ദേഹം ശോഭിച്ചു. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ കഥയാണ്. ഞാൻ മറഞ്ഞ് തെങ്ങിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്, പക്ഷേ എന്നെ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ രാത്രിയിൽ അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയായി. ഇതുപോലെ പിടിച്ചു വലിച്ചു കൊണ്ടുവരപ്പെട്ട എത്ര ആളുകളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ശിഷ്യത്വത്തിലേക്ക് ദൈവം ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് നാം ഈ ഗുരുവിനെ കർത്താവ് എന്നും വിളിക്കുന്നു. Why I receive and accept this person as my Lord and my Master? എന്തുകൊണ്ട് ഞാൻ ആയുഷ്കാലം മുഴുവൻ ഈ വ്യക്തിയെ എന്റെ ഗുരുവായും കർത്താവായും സ്വീകരിച്ചിരിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ ഇവനെ പോലെ ഒരു നല്ല ഗുരു, ഇവനെ പോലെ ഒരു നല്ല കർത്താവ് മറ്റൊരിടത്തും എനിക്ക് കണ്ടെത്താൻ കഴിയുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തോട് സംസാരിച്ചിരിക്കുന്നു. ഇലക്ട്രിക് ലൈറ്റുകളോ
ഇന്നത്തെ സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരുന്ന 100 കൊല്ലത്തിന് മുൻപേ കേരളത്തിലെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ ഓലമേഞ്ഞ വീടുകളുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ച ഭക്തശിരോമണികളെ ഓർക്കുക. അവരുടെ ഓലമേഞ്ഞ പുരയുടെ ഉള്ളിലേക്ക് പ്രവഹിച്ചു വന്ന ദൈവമഹത്വത്തിൽ അവർ കണ്ട ക്രിസ്തു ദർശനം നിരവധി സന്ദർഭങ്ങളിൽ പാട്ടുകളായി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ പാടാൻ തുടങ്ങി, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി മരുവും മരുവിലും ശാന്തമായി ആയിരങ്ങളിൽ സുന്ദരൻ വന്നിരൻ ആയിരം ഉന്നതൻ ക്രിസ്തുവാ, ആയിരങ്ങളിൽ സുന്ദരൻ വന്നിരൻ ആയിരം ഉന്നതൻ ക്രിസ്തുവാ. അപ്പൊ മറ്റൊരിടത്തിരുന്ന് എന്റെ ഗ്രാമത്തിന് ചുറ്റിലുമുള്ള ഗ്രാമങ്ങളാണ് കേട്ടോ. ഒരാളെ ഇടയാറിൽ ഇരുന്ന് പാടാറുണ്ട്, മറ്റൊരാളെ എലന്തൂക്കാരാണ് കൂടെ, എലന്തൂർക്കാരൻ്റെ ആൾ കൂടെ രാവിലെ വിശേഷപ്പെട്ടു. എലന്തൂരിൽ ഒരു ഭക്തൻ ഇരുന്ന് പാടി, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം, ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. പഠിതാരെന്നറിയോ? ടി കെ ഷാമൂൽ സാർ, എം ഇ ചെറിയാൻ സാറ്, ടി കെ ഷാമൂൽ സാറ്, മഹാകവി എ വി സൈമൺ സാറ്, കൊച്ചു കൊച്ചു ഉപദേശി തുടങ്ങിയ ഭക്തശിരോമണികൾ അന്ന് ഓലമേഞ്ഞ കൊച്ചു കൊച്ചു പുരകളിൽ താമസിക്കുന്നവരാണ് അവർ. പക്ഷേ അവരുടെ പുരയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന ദൈവ തേജസ്സിന്റെ വെളിച്ചത്തിൽ അവർ കണ്ട ക്രിസ്തു ദർശനമാണ് ഇതെല്ലാം. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അതെ, ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെയും ഹൃദയദൃഷ്ടികളെ ദൈവം പ്രകാശിപ്പിച്ചിട്ട് വിശ്വാസത്തിന്റെ കണ്ണുകളാൽ ക്രിസ്തുവിനെ കാണുവാൻ, തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവനെ ഞാൻ എന്റെ രക്ഷിതാവും എന്റെ കർത്താവും എന്റെ ദൈവവുമായി കണ്ടെത്തിയിരുന്നു. അത് വിശ്വാസത്തിന്റെ ദൃഷ്ടികളല്ല, വിശ്വാസത്തിന് കണ്ണുണ്ട്. വിശ്വാസത്തിന് കണ്ണ്, faith has eyes. Faith has eyes. Faith has legs. Faith has power. ഈ എബ്രായർ 11:13 എഴുതിയിട്ടുണ്ട്, വിശ്വാസ വീരന്മാരെ കുറിച്ച് അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഹല്ലേലൂയ. അപ്പോ they had their eyes of faith. അവർ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഏത്? വാഗ്ദത്ത ദേശം. ഈ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ഹൊറൈസന് ഒരു അതിരുണ്ട്. നമ്മുടെ വാഗ്ദത്ത ദേശം ഈ കണ്ണുകൊണ്ട് കാണാവുന്ന ഈ അന്തരീക്ഷത്തിലല്ല. നേരെ മറിച്ച് വിശ്വാസത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കുമ്പോഴാണ് ദൂരത്ത് നിന്ന് അത് കാണാൻ പറ്റുന്നത്. വിശ്വാസത്തിന് കാലുകളുണ്ട്. 2 Corinthians 5:7 പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല, we do not walk by sight but we walk by faith. വിശ്വാസത്തിന് കാലുകളുണ്ട്. Abraham was strengthened by the faith. അബ്രഹാം വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ഫെയ്ത്ത്, അത് റോമൻസ് 4:21 ഇന്നലെ രാത്രി നമ്മൾ വായിച്ചത്. റോമൻസ് 4:21 see, faith has power, faith has eyes, faith has legs.
വിശ്വാസത്തിന്റെ കണ്ണുകളാണ് യേശുവിനെ ദൈവമായി കാണണം. ഒരു ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ 2 സുമുഖന്മാരായ ചെറുപ്പക്കാർ വന്ന് കടകിന് കൂട്ടി. 15 വർഷം മുമ്പ് മലയാളികൾ, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന 2 ചെറുപ്പക്കാർ. We have come to talk about the kingdom of God. I said, wonderful, come on in. Where do you come from? They said, we come from Lonavala. അത് 2 മണിക്കൂർ എങ്കിലും ട്രാവൽ ചെയ്തെങ്കിലേ ലോണാവാലയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരാൻ ഒക്കുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ടുഡേ സൺഡേ, how come you are here by 1 o'clock? So when is your worship? They said, we worship on Saturdays. Okay, that's fine. Saturday worship ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ കേൾക്കുന്ന സാറ്റർഡേ വെള്ളിയാഴ്ച ചെയ്യുന്നില്ല. That's fine. Okay, but എനിക്ക് സംഗതി കൂടി. അപ്പൊ ഞാൻ ചോദിച്ചു, okay, let me ask you a question before we begin the discussion, because it's a wonderful thing to hear about the kingdom of God, isn't it? ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കാൻ നല്ല കാര്യമല്ലേ? അപ്പൊ എന്തായാലും സംസാരം നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെന്ന് പറഞ്ഞു. Do you believe that Jesus Christ is God? They were very smart. They said, yes, we believe Jesus Christ is the Son of God. He said, did you hear what I asked? I asked you if you believe Jesus Christ is God. No, we don't believe Jesus Christ is God. We believe Jesus Christ is the Son of God. The strongest foundation of my faith and my Christian life is that Jesus Christ, my Savior, is God. And now you have come to teach and convince me the other way. Get out of my house. എന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് എന്റെ രക്ഷകനായ യേശു ദൈവമാണെന്നുള്ളതാണ്. അങ്ങനെ അല്ലെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ, കൺവിൻസ് ചെയ്യാൻ വന്നതല്ലേ. Get out from my house. ചെറുപ്പക്കാരൊന്നും ഇല്ലാതെ പോയി. സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നാം കണ്ടെത്തിയിരിക്കുന്ന ഈ രക്ഷകൻ, നമ്മൾ മാസ്റ്റർ എന്നും ടീച്ചർ എന്നും ലോർഡ് എന്നും വിളിക്കുന്ന ഈ ആൾ, he is not simply the Son of God, but he is God. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ചുമ്മാതാണോ ജീവിതത്തിന്റെ കഠിനപാതകളിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും പോകത്തില്ല, തിരിച്ചു പോകത്തില്ല എന്ന് ഉറക്കെ പറയാൻ കഴിയുന്നത് എന്റെ രക്ഷകനും എന്റെ ഗുരുവും ദൈവം തന്നെയാണ്. അവൻ വെറും ദൈവപുത്രനല്ല. അവനെ കുറിച്ച് യഹൂദന്മാർ പറഞ്ഞൊരു കംപ്ലൈന്റ് നിങ്ങൾക്കറിയോ? നോക്കാമോ? യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞ ഒരു കംപ്ലൈന്റ്, അവൻ തന്നെത്താൻ ദൈവമാണ്. അത് കണ്ടില്ല. എത്ര? 10:33. ജോൺ 10:33. യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നതുകൊണ്ടും ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവപുത്രനാക്കുന്നത് കൊണ്ടെന്നല്ല പറഞ്ഞത്. നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട്. അപ്പോൾ യഹൂദന്മാര്
അന്ന് മനസ്സിലാക്കിയത് യേശുക്രിസ്തു കേവലം ദൈവപുത്രൻ എന്ന് പറഞ്ഞെന്നല്ല, യേശുക്രിസ്തു താൻ ദൈവമാണെന്ന് പറഞ്ഞെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ഐസയ കണ്ട ദർശനം നമുക്കറിയാമല്ലോ. ഐസയ കണ്ട ദർശനത്തിനകത്ത് അദ്ദേഹം കണ്ടത് ഇങ്ങനെ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. ചുറ്റും സറാഫന്മാർ 6 ചിറകുമായിട്ട് ഇങ്ങനെ പരിലസിക്കുന്നു. അപ്പൊ അവര് ഗ്രൂപ്പായിട്ട് ഒരുത്തൻ മറ്റൊരുത്തനോട് ഇങ്ങനെ സ്ഥിരം കോറസ് പാടിക്കൊണ്ടിരിക്കുന്നു. എന്തോ പാടിക്കൊണ്ടിരിക്കുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരാൾ പറയും. അപ്പൊ മറ്റേ ആൾ തിരിച്ച് ഇയാളോട് പറയും, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓക്കെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടാകുമോ? ഭാഷ അറിയാവുന്നവരല്ലേ വിളിക്കുന്നു. ഗ്രാമർ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടാകുമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ല. ശരിയോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, 4 പ്രാവശ്യം പറഞ്ഞിരിക്കട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഗ്രാമർ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? ഇല്ല പറയുള്ളൂ, ദൈവമായിട്ട് പറഞ്ഞു. ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ല, ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ല. പക്ഷേ സർവ നിത്യതയിലും ഒരിക്കൽ പോലും 2 പ്രാവശ്യം പറഞ്ഞു നിർത്തിയിട്ടില്ല, ഒരിക്കൽ പോലും 4ാമത് പറഞ്ഞിട്ടുമില്ല. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ ഒരുവനോട് ഒരുവൻ ആർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്വർഗത്തിലെ ദൂതന്മാർ അന്യോന്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 2 പ്രാവശ്യം പറഞ്ഞ് നിർത്തുകയല്ല, 4ാം പ്രാവശ്യം കൂടി ആവർത്തിക്കുകയല്ല, എല്ലായ്പ്പോഴും 3 പ്രാവശ്യം. അതിന്റെ അർത്ഥം എന്താണെന്ന് ഇനി ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകുന്ന പിതാവ് പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകുന്ന പുത്രൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകുന്ന ആത്മാവ് പരിശുദ്ധൻ. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടത് കൊണ്ടാകുന്നു അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് വായിച്ചിട്ടുണ്ടോ? യോഹന്നാൻ 12-ലാന്ന് തോന്നുന്നു. യെശയ്യാവ് അവന്റെ തേജസ് വായിക്കുന്ന നല്ലതല്ലേ? 12-ന്റെ 38 മുതൽ 38 മുതൽ കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടുപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു. ആരെ കണ്ട്? യേശുവിനെ യെശയ്യാവ് കണ്ട് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത്. ഓ, ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനും നിങ്ങളും രക്ഷകനായും ഗുരുവായും കർത്താവായും കണ്ടെത്തിയിരിക്കുന്നയാൾ യെശയ്യാവ് അന്ന് കണ്ട ആ ദൈവീക തേജസ്സിന്റെ നടുവിൽ കണ്ട 2ാമത്തെ ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ ദൈവിക തൃത്വത്തിലെ 2ാമത്തെ ആൾ മാത്രമാണ് നമ്മുടെ കർത്താവ്. അവൻ കേവലം ദൈവപുത്രനല്ല, അവൻ ദൈവമാകുന്നു. God was manifest in flesh എന്ന് വായിച്ചിട്ടില്ലേ? 1 തിമോഥെയോസ് 3-ൽ God was manifest in flesh. മലയാളത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടെന്ന്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെന്ന് ഇംഗ്ലീഷ്. God was manifest in flesh. അതിപ്പോൾ എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. സോ നാം കണ്ടെത്തിയിരിക്കുന്ന നമ്മുടെ ഗുരു, അവൻ കേവലം ഗുരുവല്ല, അവൻ കേവലം ദൈവപുത്രനല്ല, അവൻ ദൈവം തന്നെയാണെന്നുള്ള ആഴമായ, ആരെ കൊണ്ട് തിരുത്തി എഴുതാൻ കഴിയാത്ത ഒരു തിരിച്ചറിവും വിശ്വാസവും നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ I have decided to follow Jesus, no turning back, no turning back എന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനും
മറ്റൊരു ദൈവദാസനെ ഒരു യോഗത്തിൽ സംബന്ധിച്ചു. വലിയ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സെമിനാരിയിലെ പ്രൊഫസർ. അദ്ദേഹം തിയോളജിയിൽ PhD കൊള്ളയാണ്. അദ്ദേഹത്തിന് ഒരു അത്യാഹിതമുണ്ട്, ഒരു ട്രാജിക് ഡെത്ത് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, അതിനുശേഷം എന്റെ ഭാര്യ 5 മാസത്തേക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എന്തോ പ്രാർത്ഥിക്കാൻ എന്ന് എന്റെ ഭാര്യ പറയുന്നു. എനിക്കും അല്പമല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടായി. ആരായി പറയുന്നറിയോ? ഒരു അറിയപ്പെടുന്ന സെമിനാരിയിലെ പ്രൊഫസർ. എനിക്കും അല്പമല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഒടുവിൽ അദ്ദേഹത്തിന് ശേഷം എനിക്ക് പ്രസംഗിക്കാൻ എഴുന്നേൽക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, മറ്റൊരാളെ പുറത്ത് കേട്ട് നിൽപ്പുണ്ട്, ഓർക്കണം. ആരെന്നറിയോ? 10 മക്കൾ ഒന്നിച്ച് ചത്തവരെ അപ്പൻ. അയാളിപ്പോ തലമുടി പിച്ചി പറിക്കുമെന്നും തുണി വലിച്ച് കീറുമെന്നും തന്നെത്താൻ ഇടിക്കുമെന്നും ഈ ദൈവത്തെ സേവിച്ചിട്ട് എന്ത് കാര്യമെന്ന് പറയുമെന്നും ഒക്കെ വിചാരിച്ച നാട്ടുകാരെല്ലാം ശവസംസ്കാരത്തിന് വന്ന് നിൽപ്പുണ്ട്. അന്നേരം ആ മനുഷ്യൻ പറയുന്ന, അന്ന് അയാൾക്ക് വേദപുസ്തകം വായിക്കാനില്ലെന്ന് ഓർക്കണം. അയാൾക്ക് വായിക്കാൻ വേദപുസ്തകം ഇല്ലാത്തൊരു കാലം, പാടാൻ പാഠപുസ്തകം ഇല്ലാത്തൊരു കാലം, ഇതുപോലെ ആത്മിക കൂട്ടങ്ങൾ ഇല്ലാത്തൊരു കാലം. പക്ഷെ ആ മനുഷ്യൻ നിന്നോട് വിളിച്ചു പറഞ്ഞത് കേട്ടോ? എന്താ വിളിച്ചു പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. The Lord gave and the Lord hath taken away. Blessed be his name. ആ പുള്ളിപ്പുറത്ത് കേട്ടുകൊണ്ടിരിപ്പുണ്ടെന്ന് ഓർത്ത് വേണം ഇത് പറയാനെന്ന് എനിക്ക് പറയേണ്ടി വന്നു. സഹോദരങ്ങളെ, നാം കണ്ടെത്തിയിരിക്കുന്ന ഈ ഗുരുവും കർത്താവും അവൻ ദൈവം തന്നെയാണ്. See, God is a giving God. നമ്മൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഈ the Lord gave and the Lord hath taken away എന്ന് പറയുന്നു. See, God is a giving God. He is not a taking God. ദൈവം കൊടുക്കുന്ന ദൈവമാണ്, ദൈവം എടുക്കുന്ന ദൈവമല്ല. ദൈവം ആരോടെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിന്റെ സ്വന്തമായിട്ടുള്ളത് ഒന്നും ജോബിനോട് ചോദിച്ചാൽ മതി. തന്ന ആരെങ്കിലും തിരിച്ചു മേടിക്കാൻ അധികാരമില്ലേ? നമ്മൾ പറയുന്നല്ല അതുപോലെ നടക്കണമെന്നൊന്നും ശഠിക്കല്ലേ. നമ്മുടെ വീട്ടിലെ സംഭവങ്ങളെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സംഭവിക്കണം, അങ്ങനൊന്നും ശഠിച്ചിട്ട് കാര്യമില്ല. അനുഭവസ്ഥലം നിന്നുകൊണ്ട് പറയുന്നത്, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലേ, അനുഭവസ്ഥലം നിന്നുകൊണ്ട് പറയുന്നത് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നീ എന്തിനിങ്ങനെ ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാൻ ആരും തുനിയരുത്. ആ സന്നിധിയിൽ ഒരു പടികൂടെ വിനയപ്പെടുവാൻ പഠിക്കുകയല്ലാതെ നാം കണ്ടെത്തിയിരിക്കുന്ന ഗുരു കേവലം ദൈവപുത്രനല്ലെന്നും അവൻ ദൈവം തന്നെയാണെന്നുമുള്ള ആഴമായ മറ്റൊരുത്തർക്ക് തിരുത്തി എഴുതാൻ കഴിയാത്ത ഒരു തിരിച്ചറിവും വിശ്വാസവും നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ സന്തോഷകരമായി കർത്താവിനെ സേവിക്കാൻ പറ്റത്തുള്ളൂ. Serve the Lord with gladness എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പിക്കും. സന്തോഷത്തോടെ മുടിഞ്ഞു പോട്ടെന്ന് പറഞ്ഞല്ല ആരാധനയ്ക്ക് വരേണ്ടത്. പോയില്ലെങ്കിൽ ഈ മാസ്റ്റർ വിളിച്ച് ചോദിക്കാം, അന്നേരം പിന്നെ നമ്മൾ ന്യായം പറയാതിരിക്കണം, എന്നാൽ പിന്നെ പോയിക്കാം. ഓരോ ആത്മിക കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ എന്റെ കർത്താവിനെ സേവിപ്പാൻ, എന്റെ കർത്താവിനെ ആരാധിക്കാൻ, എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, എന്റെ കർത്താവിന്റെ മക്കളുമായി ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ, എന്റെ കർത്താവിന്റെ വചനം കേൾക്കാനുള്ള ഒരു അവസരം, എന്റെ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു അവസരം, അതാണല്ലോ എന്ന് ഓർത്ത സന്തോഷത്തോടെ വേണം ഞാൻ കടന്നു വരാൻ. അതുകൊണ്ടാണ് ഡേവിഡ് പറഞ്ഞത്, I will bless the Lord at all times. അതിന്റെ അടുത്തിരിക്കുന്ന ആളെ സ്തോത്രം പറഞ്ഞാലും പറഞ്ഞില്ലേലും ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആരെയും നിർബന്ധിക്കാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ആരാധന ലീഡ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമല്ല. ആരാധന ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ പറയുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രസംഗകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഏഴായിടാൻ എന്നവണ്ണം സ്തോത്രം പറയിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരാവശ്യവുമില്ല. ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവം നടത്തിയ അത്ഭുത വഴികൾ തകർന്നു പോകാമായിരുന്നിട്ടും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ ദൈവം കരുത്ത് തന്നത് ഒക്കെ ഓർക്കുമ്പോൾ അറിയാതെ സ്തോത്രം വന്നു പോകും. സോ നാം കണ്ടെത്തിയ ഗുരു ആരാണ്? അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000ങ്ങളിൽ അതിശ്രേഷ്ഠ.
ആ തിരിച്ചറിവ് നമ്മെ വളരെ ധൈര്യപ്പെടുത്തും. കർത്താവിനെ സ്തോത്രം. ശിഷ്യത്വത്തിലേക്ക് കർത്താവ് ആളുകളെ താനാണ് വിളിക്കുന്നത്. സെലക്ഷൻ is done by the master. We do not make the decision, but rather he makes the decision. John chapter 15 and verse 16, please. John 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു നല്ല കേട്ടോ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും. നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും. നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. നിങ്ങളെ ആക്കി വെച്ചും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. You have not chosen me, but I have chosen you and ordained you. ഇത് നമ്മൾ തിരിച്ചറിയണം. ആളുകൾ ഈ ഇവിടുന്ന് സഭായോഗത്തിൽ സാക്ഷിക്ക് സമയമില്ലാത്തതിനായിട്ട് ദൈവത്തിന് പോകും. ഞാൻ IPC-യിലുള്ള പുള്ളി. ഞങ്ങളുടെ ചില സഭകളിലൊക്കെ ചെന്നാൽ എന്റെ ദൈവമേ ഓരോരുത്തരും സാക്ഷികളെന്ന് പറഞ്ഞ് എഴുതിയിട്ട് തട്ടിവിടുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ വിഷമിച്ചു. ചിലതൊക്കെ പിന്നെ ഞാൻ പറയും. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ സീനിയർ സിറ്റിസൺ, സോ ഐ ഹാവ് ദ റൈറ്റ് ടു ടെൽ യു എന്നും പറഞ്ഞ് സാക്ഷി കഴിഞ്ഞപ്പം പറയുമ്പോൾ വയസ്സന്മാർ പറയുമ്പോൾ കുറച്ചൊരു ഇതുണ്ട്. കഴിഞ്ഞ മുമ്പല്ലേ ആഴ്ച എന്തെല്ലാം നമ്മൾ തട്ടിവിടുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മള് കർത്താവിനെ സേവിക്കുന്നത് നമ്മൾ കർത്താവിന് ചെയ്യുന്ന എന്തോ ഒരു ഔദാര്യമാണ്. നമ്മള് ഈ പാടുന്നുണ്ട് I have decided to follow Jesus എന്ന്. വാസ്തവത്തിൽ അത് നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ച് പഠിക്കാൻ പാടില്ല. Yes, it is true that we have decided to follow Jesus. പക്ഷേ അത് എങ്ങനെയാണെന്ന് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. See, we heard the calling. നമ്മുടെ ചെവിയിൽ ആ വിളി നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നു. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ ആ യൗവനക്കാരനെ പോലെ പരിശുദ്ധാത്മാവ് ഉള്ളത്തെ അങ്ങ് വലിച്ചുകൊണ്ട് പോവുക. ഈ സ്നേഹത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു മനോനില നമ്മെ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചു തരിക. അങ്ങനെ we respond to the call positively. ആ വിളിയെ നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നാം യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിക്കുന്നത് നമ്മളല്ല, പ്രത്യുത യജമാനനാണ്, ഗുരുവാണ്, ആരൊക്കെ തന്നെ പിൻപറ്റണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ അതെന്റെ വിഷയമാണ്. ഞാൻ ഉദാഹരണം പറയാം. ലൂക്ക് ചാപ്റ്റർ 9 അതിന്റെ അവസാനത്തെ പാസേജ് നിങ്ങൾ നോക്കണം. അതിനകത്ത് യേശു തമ്പുരാൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, 57 ഓൺവേർഡ്സ്. അതിനകത്ത് ഒരുത്തൻ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, എന്തോന്നറിയോ, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. I will be one of your disciples. എന്റെ അർത്ഥം, ഞാൻ നിന്നെ അനുഗമിക്കാം. എന്റെ മോനെ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഈ നാട്ടിൽ നിന്നെ പോലുള്ള 10 ചെറുപ്പക്കാരെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ന്യായമായിട്ട് പറയേണ്ടത്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞ മറുപടി, ഇത് മുനുവൻ അത്ര വെപ്രാളപ്പെട്ടൊന്നും തീരുമാനം എടുക്കണ്ട കേട്ടോ. അങ്ങനെ ഇത് നീ അല്ല തീരുമാനിക്കുന്നത്, ഇത് ഞാനാണ് തീരുമാനിക്കുന്നത്. നീ തീരുമാനിച്ചതിന്റെ പിന്നിലെ പ്രേരക ശക്തി എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും കാട്ടിലെ ഉടനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളും ഉണ്ട്. മനുഷ്യപുത്രനോ രാജായിക്കാൻ ഇടമില്ല. നീ എന്തോ വിചാരിച്ചുകൊണ്ട് ഈ വെപ്രാളപ്പെട്ട് വോളണ്ടറി ചെയ്യുന്നത് ഞാനും വരാമെന്നൊക്കെ. നീ എന്തോ കണ്ടു? നീ കണ്ടത് ഞാൻ പറയാം. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നീ ക്രൂസൈഡിന് വന്നു. ക്രൂസൈഡിന് വന്നപ്പോൾ ആഹാരം കൊടുക്കണമായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ 5 അപ്പം കയ്യിലോട്ട് എടുത്ത് സ്തോത്രം 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 എന്ന് പറയുന്നു.
അപ്പോഴത്തേക്കും അങ്ങോട്ട് മുറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു വരുന്നു. മീനും അതുപോലെ തന്നെ. എന്നിട്ട് പുരുഷന്മാർ 5000, പിന്നെ സ്ത്രീകളും പിന്നെ കുട്ടികളും ഒരു 10,000 പേര് തിന്നിട്ട് ഇഷ്ടം പോലെ തിന്നേച്ചു പോയി. എന്നിട്ട് ശിഷ്യന്മാർ 12 പേരും ഒട്ടക്കകത്ത് ചുമ്മിക്കൊണ്ട് വീട്ടിൽ പോയി. ഇതൊക്കെയാണ് നീ കണ്ടതല്ലേ? എന്റെ ശിഷ്യന്മാര് ശനിയാഴ്ച ദിവസം വല്ലൂരിന്റെ വയലിൽ കൂടെ പോയപ്പോ വിശന്നിട്ട് പച്ചക്കതിര് പറിച്ച് തിരുമ്മി തിന്ന് തുടങ്ങിയത് നീ കണ്ടില്ല? വായിച്ചിട്ടില്ല? മത്തായി 12 എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാരെ വീട്ടിൽ കൊണ്ടുവന്നൊന്നുമല്ല പറിച്ചത്, വിശന്നിട്ട് പച്ചക്കതിര് പറിച്ച് തിരുമ്മി തിന്ന് തുടങ്ങിയെന്ന്. അപ്പോൾ പരീക്ഷന്മാരെടുത്തു തോന്നുന്നു, നിന്റെ ശിഷ്യന്മാർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നു. മറ്റാരെന്തോ ചെയ്താലും ഒരു കുഴപ്പമില്ല, നിന്റെ ശിഷ്യന്മാർ ശബത്തിൽ അരുതാത്തത് ചെയ്യുന്നു. മക്കളെ, ഇതൊന്നും നീ കണ്ടില്ല. നീ കണ്ടത് ഈ മറ്റേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പൊ ഈ പുള്ളിയുടെ കൂടെ പോയാൽ വലിയ കുഴപ്പം വരത്തില്ല എന്ന് നിന്റെ മനസ്സ് പറയുന്നു. പക്ഷെ മക്കളെ, തലചായ്ക്കാൻ ഇടമില്ലാത്ത ആളാ. 6 മാസം കഴിഞ്ഞ് മറ്റേ പ്രതിസന്ധികളിൽ കൊടുത്ത് നീ കടന്നു പോകുമ്പോൾ നീ പറയും, ശരി, ഇതുപോലൊരു മണ്ഡലം പറ്റാൻ വെറുതെ ജീവിതത്തിന്റെ 6 മാസം എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ താമസത്തിന് ചെല്ലുമ്പോൾ എനിക്ക് ഫുഡായി വയ്ക്കാനായിട്ട് ഒറ്റ ആൾ പോലും ഇല്ല. ഞാൻ എന്റെ ഭാര്യ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അവിടെ ട്രാക്ടർ കൊടുത്ത് മാർട്ടിനും സെബാസ്റ്റ്യനും ഒക്കെ വിളിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ അറിയാം. ഇങ്ങനെ അവിടെ ഞാനും മറ്റ് സുവിശേഷകന്മാരും അവിടെ ട്രാക്ടർ കൊണ്ടുപോയി. അപ്പൊ എന്റെ വീട്ടിലെ അഡ്രസ്സും ഒക്കെ അതിനകത്ത് അടിച്ചിട്ടുണ്ട്. ഒരു ദിവസം വൈകിട്ട് ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരൻ വളരെ ഭവ്യതയോടെ വന്നിട്ട് ഇത് നിങ്ങളുടെ അഡ്രസ് ആണെന്ന് പറഞ്ഞാണ്. അപ്പോ എനിക്ക് യേശുക്രിസ്തു വിശ്വാസമായിരിക്കും, ഞാൻ ഇത് വായിച്ചു, ഭയങ്കര വിശ്വാസമായിരിക്കും. അപ്പൊ എനിക്കുണ്ടായ എക്സൈറ്റ്മെന്റ് അതിനേക്കാൾ, കാരണം ഒരാളും ഇല്ലാത്ത ഒരിടത്ത് യുപിക്കാരൻ ഒരുത്തിന്, അവൻ കൺസ്ട്രക്ഷൻ വർക്കർ കണ്ട, അവൻ ഇത് കണ്ടേച്ച് എന്റെ അഡ്രസ്സിന്റെ വന്നിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ പിന്നെ ഇവനോട് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തേച്ച് ഒടുവിൽ ഈ കൺഫെഷൻ പ്രയർ ചെയ്യിപ്പിച്ചു. അപ്പൊ ഇവന് മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ഈ കൺഫെഷൻ പ്രയർ എല്ലാം ഇവൻ പറഞ്ഞിട്ട് ഞാൻ ഇവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി റൂമിന് വെളിയിൽ ചെന്ന് ചോദിക്കുക, तो साहब क्रिश्चियन हो जाएंगे तो अमेरिका जा सकते हैं? जो किसने बोला था? कौन बताया? नहीं ऐसा सुना है. ഷീമോൻ താനും വിശ്വസിച്ചു സ്നാനം കഴിച്ചുവെന്ന് എഴുതിയിട്ടില്ലേ? ഷീമോൻ താനും വിശ്വസിച്ചു സ്നാനം. അപ്പോഴേ എനിക്ക് മനസ്സിലായത് പത്രോസ് അപ്പോസ്തലനും മറ്റും ആക്കി പറ്റാമെങ്കിൽ ഷീമോൻ താനും വിശ്വസിച്ചു. അയാളോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. സ്നാനപ്പെട്ടു. പക്ഷെ അവൻ സ്നാനപ്പെട്ടതും വിശ്വസിച്ചതും ഒന്നും നിഷ്കളങ്കമായിട്ടായിരുന്നില്ല. അവൻ വേറെ എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഉടനെ കർത്താവ് പറഞ്ഞു, മക്കളെ, നീ വിചാരിക്കുന്നവരുള്ള മാർഗമല്ല ഇത്. നീ അല്ല തീരുമാനിക്കുന്നത്. 6 മാസം കഴിയുമ്പോൾ തിരിഞ്ഞു നിൽക്കുമെന്ന് എനിക്കറിയാം. സോ യു ആർ റിജക്റ്റഡ് എന്ന് പറഞ്ഞ് അവനെ തള്ളി. എന്നിട്ട് അടുത്ത ഒരുത്തനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാം. പക്ഷെ അവൻ മണ്ടനാക്കി. അവൻ എന്തോ പറഞ്ഞെന്നറിയോ? അവൻ പറഞ്ഞു, ഞാൻ ആദ്യം പോയി അപ്പനെ കുറെ നാളായിട്ട് ഇങ്ങനെ വിഷമിച്ച് നടക്കുക, അപ്പനെ കുറിച്ചില്ല. അപ്പനെ അവൻ കുഴിച്ചിടാൻ പണിപ്പെടുന്ന ആളുകളെ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പനെ അമ്മയും കുഴിച്ചിടാൻ ആരും ആഗ്രഹിക്കുക. അപ്പനും അമ്മയും ജീവിക്കുന്ന കാലത്തോളം ജീവിക്കണം. അവർക്ക് വേണ്ടി എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതൊരു ഭാഗ്യമായി മക്കൾ കരുതണം. കാരണം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കും. ഞാനും എൻ്റെ ഇളയ പെങ്ങളും കൂടിയാണ് ഇപ്പൊ താമസിക്കുന്നത്. അവളെന്നേക്കാൾ 10 വയസ്സിന് ഇളയതാണ്. അവളോടെ ഭർത്താവല്ല, ഞങ്ങൾ ഒന്നിച്ചാ താമസിക്കുന്നത്. ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ 90 വയസ്സുണ്ട്. ഇപ്പൊ അമ്മ വിലായില്ല. മൂത്തൊരു മകൾ മരിച്ചു പോയിരുന്നു. അവളുടെ മകൾ നിർബന്ധമായിട്ട് അമ്മച്ചി അവിടെ കൂടെ കുറച്ച് ദിവസം നിർത്തണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കുക. ഞാനും എൻ്റെ പെങ്ങളും കൂടെ പറഞ്ഞു, നമുക്ക് ദൈവം തന്ന ഭാഗ്യം എത്ര വലുതാണ്. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല. 90 വയസ്സുള്ള ഒരു അമ്മച്ചിയെ
ഒരു മണിക്കൂർ പോലും ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിച്ച് പോകാൻ ഒക്കില്ല. ചില സമയത്ത് എനിക്ക് എന്റെ പെങ്ങൾക്കോളേജിനോ വീട്ടിൽ ഇരിക്കാൻ ഒക്കാത്ത സമയം വന്നാൽ ഞാൻ വീട്ടിലിരിക്കും. എനിക്ക് ചിലപ്പം ചില സ്ഥലങ്ങളിൽ അത്യാവശ്യമായിട്ട് പോകുന്നത് കുറിച്ച് ഞാൻ അവരോട് പറയുന്നു, സോറി, എന്റെ 90 വയസ്സുള്ള അമ്മയെ തന്നെ ഇട്ടിച്ച് എനിക്ക് വരാൻ പറ്റുന്നത്. അതും ആത്മീയ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കാണുന്ന മനുഷ്യനാണ്. അല്ലാതെ അത് അപ്പനും അമ്മയും പ്രായമായി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാന് എന്നും പറഞ്ഞൊന്നും ആരും മാതാപിതാക്കന്മാരെ തടയരുത്. ഇവൻ കുറെ നാളായിട്ട് ഇങ്ങനെ വിഷമിച്ച് നടക്കുക. എന്നിട്ട് ഇപ്പൊ യേശുവിനോട് പറയുകയാണ് അപ്പനെ കുഴിച്ചിട്ട്. ഉടനെ കർത്താവിനോട് ഞാനിത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ ഞാൻ സഭയിൽ പറഞ്ഞു, എന്റെ പ്രിയമുള്ളവർ, ഒരിക്കലും ഒരു അമ്മച്ചി പറഞ്ഞു, ഞായറാഴ്ച രാവിലെ ആ പച്ചനോട്ടെ അവിടെ നീട്ടി പിടിച്ചവൻ എന്റെ കയ്യിലോട്ട് തരും. പച്ചനോട്ടെന്ന് പറഞ്ഞെന്തോ അറിയാം, $US. ആ പച്ചനോട്ടയിൽ ഒരെണ്ണം നീട്ടി പിടിച്ചവൻ എന്റെ കയ്യിലോട്ട് തരും. ഞാനത് ഞായറാഴ്ച രാവിലെ അവിടെ കൊണ്ടുവന്ന സഞ്ചിക്കകത്ത് ഇട്ടേച്ച് മടക്കി ഇട്ടേച്ച് തിരിച്ചു വീട്ടിൽ വരും. പിന്നെ അതിലൊരെണ്ണം ഞാൻ കാണുന്ന അടുത്ത ഞായറാഴ്ച രാവിലെയാണ്. ഒരമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാനൊരിക്കൽ പറഞ്ഞു, എന്റെ പ്രിയമുള്ളവര്, അയ്യോ ഒരു $50 നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കും, അവര് ചുട്ട് തിന്നുകയോ വരച്ച് കളയുകയോ വരുന്ന ആർക്കും കൂടി എന്തെങ്കിലും ചെയ്യട്ടെന്ന് നീ മുങ്ങി പോകുന്നൊന്നുമില്ല. അപ്പൊ ഇവരുടെ വിചാരം അമ്മച്ചി പഴയ ഓർമ്മയ്ക്ക് ഉപദേശിക്കുവാൻ വരുമ്പോ കൊടുത്തു കുത്തുകളെ പണ്ട് ഉള്ള $2 ചുരുട്ടി വെച്ച് അമ്മച്ചി കൊടുത്ത് ശീലിച്ചു പോയതല്ലേ. അപ്പം വാർദ്ധക്യം വന്നെങ്കിലും ഞാൻ ഇത് ചുമ്മാ പറയുന്നത്, എന്റെ അമ്മയുടെ കയ്യിൽ ഞങ്ങൾ മക്കളെല്ലാവരും എപ്പോഴും കാശ് കൊടുത്തേക്കും. അമ്മയ്ക്ക് എന്ത് കൊടുക്കാൻ, ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. പക്ഷെ എപ്പോഴും അമ്മയുടെ കയ്യിൽ ഞങ്ങൾ പണം ഏൽപ്പിച്ചു. അന്ന് ലക്ഷക്കണക്കിനൊന്നും അല്ല. അമ്മയുടെ അടുക്കൽ ആരെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർ വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുത്തോട്ടെ. അത് നമ്മള് അമ്മയുടെ കൈ കൊടുത്തിട്ടല്ലേ. ദൈവം തമ്പുരാൻ കണക്കെഴുതുമ്പോ അധ്വാനിച്ചുണ്ടാക്കിയവർക്കും കൂടെ അതിന്റെ പ്രതിഫലം കിട്ടത്തില്ലേ. അപ്പൊ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യുന്നത് ഒന്നും അധികപ്പറ്റാണെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കന്മാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയെടുത്തത്. ഇന്നിപ്പോ നമുക്ക് എല്ലാം ആയി കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഒരു ഭാരമായിട്ട് തീരുന്ന എത്ര കുടുംബങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. അപ്പൊ ഇവൻ പറയുക അപ്പനെ കുറിച്ചിട്ട്. ഉടനെ കർത്താവ് പറഞ്ഞു, എന്റെ മോനെ, നീ ഇങ്ങോട്ട് വോളണ്ടറി ചെയ്തെന്ന് ഒരുത്തന്നെ റിജക്ട് ചെയ്തേച്ചാടാ ഞാൻ നിന്നെ വിളിച്ചത് കേട്ടോ. നിന്റെ വീട്ടിലെ പ്രതിസന്ധി ഒന്നും ഞാൻ അറിയാത്തവനല്ല. നിന്റെ വീട്ടിലെ പ്രതിസന്ധിക്കൊക്കെ പരിഹാരം തരാൻ ഞാൻ ശക്തൻ. നിന്റെ അപ്പന്റെ കാര്യവും നിന്റെ അമ്മയുടെ കാര്യവും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് നീ എന്റെ വിളി കേട്ട് മുമ്പോട്ട് വരുമെങ്കിൽ നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ സഹായിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഇറങ്ങിയോ ഇല്ലയോന്ന് നമുക്കറിയത്തില്ല. വേറൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിൽ പോയി വീട്ടിലുള്ളവരെല്ലാം യേസ് പറയുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഉടനെ കർത്താവിനോട് പറഞ്ഞു മറുപടി, മോനെ, നിന്നെ ബിസിനസ്സിന് വിളിക്കാം കേട്ടോ. നിന്നെ ബിസിനസ്സിന് വിളിക്കാം, നിന്നെ ഗവൺമെന്റ് ജോലിക്ക് വിളിക്കാം, നിന്നെ കൃഷിക്ക് കൊള്ളാം, കച്ചവടത്തിന് കൊള്ളാം, എല്ലാത്തിനും കൊള്ളാം. പക്ഷെ നിന്നെ ഒരു കാര്യത്തിന് വിളിക്കരുത്. എന്തോ ഉറക്ക പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നിന്നെ ദൈവരാജ്യത്തിന് വിളിക്കത്തില്ല. ദൈവത്തിന്റെ വിളി നമ്മുടെ കാതുകളിൽ എത്തിയാൽ, ദൈവം എന്നെയാ വിളിച്ചതെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒന്നും നോക്കരുത് കേട്ടോ, ഒന്നും നോക്കരുത്. ഇത് ഞാൻ സുവിശേഷ വേലയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ദൈവിക സേവയിൽ ദൈവം നമുക്ക് നൽകുന്ന ഓരോരോ വ്യത്യസ്തമായ വിളികളുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയുണ്ട്. ദൈവസഭയിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള വ്യത്യസ്തമായ വിളികളുണ്ട്. അതിനെ ഓരോന്നിനെ കുറിച്ചുള്ള വിളി നാം മനസ്സിലാക്കി കഴിയുമ്പോൾ കണ്ണുമടച്ച് ഏറ്റെടുക്കുക. നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തു തരാൻ ദൈവത്തിന് യാതൊരു പ്രയാസമില്ല. ഞാൻ അമേരിക്കയിൽ താമസിച്ചുള്ളയാളാണ്. ഞാൻ 1986 മുതൽ 91 അവസാനത്തെ ദിവസം വരെയും അമേരിക്കയിൽ താമസിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ എഴുതി, ഞങ്ങൾ ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തിരിച്ചു പോവുക. അപ്പൊ എന്റെ അമ്മയാണ്, എന്റെ അപ്പച്ചനും എഴുതും, പക്ഷെ ആ പ്രാവശ്യം അമ്മയാണ് മറുപടി എഴുതിയത്. അമ്മ എഴുതി മറുപടി ഞാൻ നിങ്ങളോട് പറയാം, കുഞ്ഞെ, അമേരിക്കയിൽ പോകാമെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ എവിടെ അയക്കുന്നു അവിടെ പോയി നിങ്ങൾ കർത്താവിന് വേല ചെയ്തു. ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷം. എനിക്ക് ആ കത്ത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്റെ മോനെ എല്ലാവരും അമേരിക്കയിൽ പോയടാ, നീയും പോയി,
എന്നിട്ട് ഇപ്പൊ നീ ഇങ്ങനെ തിരിച്ചു പോരുകയാണോ എന്നൊക്കെയാ ന്യായമായിട്ട് എഴുതേണ്ടത്. ഞാൻ ഇന്ത്യയെ തിരിച്ചു വന്നതിൽ ഇപ്പൊ എത്ര പേരെ എന്നോട് ചോദിച്ചു, ആഹാ അവിടെ നിൽക്കാൻ നോക്കില്ലല്ലോ, എന്നോട് ചോദിച്ച കാര്യം പറഞ്ഞു, അയ്യോ അവിടെ നിൽക്കാൻ നോക്കില്ലല്ലോ. ഞാൻ സണ്ണബ്രദറിനോട് വന്നത് പറഞ്ഞു, ജീവിതത്തിൽ കൃപയോടെ 27 പ്രാവശ്യം അമേരിക്കൻ യാത്ര ചെയ്ത് കഴിഞ്ഞു. 27 പ്രാവശ്യം അവിടെ നിൽക്കാനൊക്കെ എനിക്ക് ഒന്നുമല്ല. പക്ഷെ എന്റെ അമ്മ എഴുതി മറുപടി എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഇങ്ങനെ അമേരിക്ക പോകാമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലല്ലോ നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് കർത്താവ് നിന്നെ എവിടെ അയക്കുന്നു അവിടെ പോയി കർത്താവിന്റെ പേര് ചെയ്തു. സഹോദരി സഹോദരന്മാരെ, നമ്മൾ കർത്താവിന്റെ വിളിയെ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നോക്കി നടത്തി തരാം. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നേറാൻ ആവശ്യമായ കൃപ തരാൻ ദൈവത്തിന് യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും ദൈവവിളിയുടെ മഹാത്മ്യം കൂടുതൽ കൂടുതൽ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ഈ ശിഷ്യത്വം ഏറ്റെടുത്ത് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഈ രാത്രി വരെയും യേശുക്രിസ്തുവിന്റെ വിളിക്ക് കീഴ്പ്പെടാത്ത ഒരാളെങ്കിലും ഈ യോഗത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവവിളി തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന്റെ നാമം എന്നും നീക്കും വാഴ്ത്തപ്പെടും.